കോന്നി പയ്യനാമണ്ണിൽ പാറമടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങളൊക്കെ അവിടേക്ക് എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുനരാരംഭിക്കുന്നു പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ 7 മണിയോടുകൂടി വീണ്ടും ആരംഭിക്കുന്നത്. ഇപ്പോഴും ഒരാൾ പാറക്കഷ്ണങ്ങൾക്കടിയിൽ തന്നെയാണുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് പാറ തന്നെയാണ്. പാറ ഇളകി വീഴുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സി കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും 3 മണിക്കൂർ കൂടി വൈകിയാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുന്നത്. ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസറിന്റെ മുകളിൽ ഉള്ള പാറയും അതോടൊപ്പം തന്നെ മണലിന്റെ ഭാഗങ്ങളുമൊക്കെ തന്നെ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകട സ്ഥലമാണ്. ആ അപകട സ്ഥലത്ത് കാണുന്ന ബുൾഡോസറിന്റെ വലതുവശമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ അതിന്റെ നേരെ എതിർവശത്ത്, അതായത് ഇടതുവശത്താണ് ഡ്രൈവർ ക്യാബിൻ പ്രവർത്തിക്കുന്നത്. ആ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ അജയ് കുമാർ റായ് ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ വലതുവശത്ത് ഉള്ള പാറയുടെ അവശിഷ്ടങ്ങൾ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഏറെക്കുറെ ആ ഭാഗത്തെ പരമാവധി നീക്കാൻ കഴിയുന്നിടത്തോളം പാറയുടെ ഭാഗങ്ങൾ നീക്കിയ ശേഷം സംഘാംഗങ്ങൾ സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ സ്ഥലം പരിശോധിക്കുകയും അപകടത്തിൽപ്പെട്ട ബുൾഡോസറിന്റെ ഡ്രൈവർ ക്യാബിന് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ നാം പ്രതീക്ഷിക്കുന്ന ആളുണ്ടോ എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തപ്പെടുന്ന പക്ഷം അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്ത് മാറ്റി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക, ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. എത്രത്തോളം സമയം ഇതിന് വേണ്ടി വരും എന്നുള്ളതിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലത്തെ ആലോചനകൾ സംബന്ധിച്ച് എത്തിച്ചേർന്ന നിഗമനം അത് ഏറെക്കുറെ ശരിവെക്കുന്നു എന്നുള്ളതാണ്. കാരണം മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നാണ് ലോങ് ബൂം എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തിച്ചത്. ഈ ദൌത്യ സംഘാംഗങ്ങൾ നിൽക്കുന്ന സ്ഥലവും അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉള്ള സ്ഥലവും തമ്മിലുള്ള അകലം 13 മീറ്ററാണ്. അതേസമയം തന്നെ ഈ എക്സ്കവേറ്ററിന്റെ ബൂമിന്റെ നീളം 15 മീറ്ററാണ്. അങ്ങനെയാണ് 15 മീറ്റർ നീളമെങ്കിലുമുള്ള എക്സ്കവേറ്റർ എത്തിച്ചെങ്കിൽ മാത്രമേ ദൌത്യം പുനരാരംഭിക്കാൻ കഴിയൂ. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ പാറമടയിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ രാത്രിയാണ്, വെളിച്ചക്കുറവുണ്ടാകും സ്വാഭാവികമായും. ഇനി അങ്ങോട്ട് വെളിച്ചം കുറഞ്ഞു വരികയും ചെയ്യും. പക്ഷെ അതിനെല്ലാം മറികടക്കാൻ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റുകളടക്കം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടോ? ആര്യ, ഈ സംഭവം നടന്ന ഈ ചെങ്കുളം പാറക്കുറയിൽ അപകടം നടന്നിട്ട് ഇപ്പോൾ 28 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവിടെ ഈ ആലപ്പുഴയിൽ നിന്ന് ഈ ലോങ് ബൂം എക്സ്കവേറ്ററും അതുപോലെ രാത്രി ഏറെ വൈകിയാലും രക്ഷാദൗത്യം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ലൈറ്റും ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇത്രയും വൈകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. രാത്രിയോട് ഏകദേശം 5:30 കൂടി തന്നെ രക്ഷാദൗത്യം ആരംഭിക്കുകയും ആദ്യത്തെ ഒരാളുടെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും അറിയാം ഇതിൻ്റെ അടിയിൽ ഒരാളുണ്ട്. അദ്ദേഹത്തെ ജീവനോടെയാണോ അല്ലാതെയാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരാളുണ്ട്, ഒരു ജീവൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇന്നലത്തെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിനിടെ മുകളിൽ നിന്ന് പാറകഷ്ണങ്ങൾ അടർന്നു വീണു. അപ്പോൾ ആ സാഹചര്യമൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നേരിട്ട് കണ്ടതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലോങ് ബൂം എക്സ്കവേറ്റർ ഇന്ന് രാവിലെയോടുകൂടി ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഇത്രയും വൈകിയത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നിന്ന് രാവിലെ കളക്ടർ സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ 10 മണിയോടുകൂടിയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദ്യം ഇവിടെ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. അതിന് സാധിച്ചില്ല എങ്കിലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാര്യം നമുക്ക് നോക്കാമെന്ന് പറയും. പക്ഷേ അത് രാവിലെ ഈ രക്ഷാദൗത്യം അവസാനിക്കുമ്പോഴും ഇതിന് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാത്രി ഈ പാറക്കല്ല് കഷ്ണങ്ങൾ വീണ്ടും ഇടുങ്ങി വീഴുന്ന സാഹചര്യത്തിലാണ് രക്ഷാദൗത്യം നിർത്തിവെച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാഹചര്യം ഇതാണ്. ഏത് നിമിഷവും പാറക്കല്ലുകൾ അടർന്നു വീഴുന്ന ഒരു സ്ഥലമാണ്. അവിടെ രാത്രി വൈകിയാലും ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അറിയാവുന്ന ഒരു ജില്ലാ ഭരണകൂടം എന്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് രാവിലെയെങ്കിലും ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ 28 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യജീവൻ ഇതിൻ്റെ അടിയിലുണ്ട്. നേരത്തെ ഇവിടെ എത്തിയ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും അത് പൊതുസമൂഹമൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഇത്രയും വൈകിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. എന്തായാലും ഒരു ഏറ്റവും ഒടുവിൽ ഇത്രയും മണിക്കൂറുകൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അബിലാൽ, ഇപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനം നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇന്നലെയൊക്കെ വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തകർ നടത്തുന്ന സമയത്ത് രക്ഷാപ്രവർത്തകരുടെ മുകളിലേക്ക് ഈ പാറക്കഷ്ണങ്ങൾ അടർന്നു വീണാൽ എന്നുള്ളൊരു ആശങ്കയായിരുന്നു. ഇപ്പോൾ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ അതിന് വലിയൊരു പരിഹാരമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ എത്ര സമയത്തിനുള്ളിൽ അടർന്നു വീണ പാറക്കഷ്ണങ്ങൾ, വലിയ പാറക്കഷ്ണങ്ങളാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത്, അതെല്ലാം മാറ്റി ആ ക്യാബിനകത്ത് നിന്ന് ഡ്രൈവറെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇപ്പോൾ അവർക്കുള്ളത്. ആര്യ, കേരളം കണ്ട വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ മലയാളികൾ ഏറെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നാണ് ശിരൂരിൽ നാം കണ്ടത്. അന്ന് ഉപയോഗിച്ചതിന് സമാനമായ എക്സ്കവേറ്ററാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അടുത്ത 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നല്ല ഫലം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സംഘാംഗങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന പ്രതീക്ഷ. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. രാത്രി എത്ര വൈകിയാൽ, ഒരുപക്ഷെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയും രാത്രി വൈകുകയും ചെയ്താൽ പോലും ഈ ദൗത്യം ഇന്ന് രാത്രി കൊണ്ട് എത്ര സമയമെടുത്താലും പൂർത്തിയാക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കാരണം ഏറെക്കുറെ 28 മണിക്കൂർ സമയത്തോളം പിന്നിടുന്നു ഈ അപകടം ഉണ്ടായിട്ട്. ഒരാളുടെ ശരീരം മാത്രമാണ് വീണ്ടെടുക്കാൻ ആയിട്ടുള്ളത്, മറ്റൊരാൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്, അതായത് ഈ അപകടം നടന്നതിന് നേരെ എതിർദിശയിലുള്ള ഭാഗത്താണ് ഈ ക്യാമറ ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപകടത്തിൽപ്പെട്ട, അതല്ലെങ്കിൽ പാറയടക്കം അടർന്നു വീണതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായ ബുൾഡോസറിന്റെ വലതുഭാഗമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഡ്രൈവർ ക്യാബിൻ എന്നുള്ളത് ഇടത് സൈഡിലാണ്, അതായത് പാറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തോട് ചേർന്ന ഭാഗത്താണ് ഡ്രൈവറുടെ ക്യാബിൻ. അജയ് റായ് കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്നതും ആ സ്ഥലത്താണ്. ഒരുപക്ഷെ ഈ വലിയ അപകടത്തെ തുടർന്ന് തകർന്ന ഡ്രൈവർ ക്യാബിനുള്ളിൽ അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള വലിയ കല്ലും അതോടൊപ്പം തന്നെ അനുബന്ധമായ കാര്യങ്ങളും മാറ്റുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഏർപ്പെട്ടിട്ടുള്ളത്. സാധാരണ ചെറിയ കല്ലുകൾ വേഗത്തിൽ നീക്കാമെങ്കിൽ വലിയ വലിപ്പമുള്ള കല്ലിന്റെ ഭാഗങ്ങളടക്കം ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അത് വേറെ ശ്രദ്ധാപൂർവം നീക്കി താഴേക്കിട്ട ശേഷം ദൗത്യ സംഘാംഗങ്ങൾ ഇറങ്ങി പരിശോധന നടത്തും. അങ്ങനെ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ അജയ് റായിയെ കാണുന്ന പക്ഷം അദ്ദേഹത്തെ പുറത്തേക്ക് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പ്രദേശവാസികൾക്കൊക്കെ പല പരാതികളുമുണ്ട്. ഇന്നിപ്പോൾ അവിടേക്ക് എത്തി മുൻ MLA ജോസഫ് പുതുശ്ശേരി ചോദിച്ചതുപോലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ രക്ഷാപ്രവർത്തനത്തിൽ ഇത്രയും അലസത എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്.